ब्रो ताकि पीस काट लूंगा लागर ब्रो कुट्टी लागर പെട്ടു ചിന്ന വ്ളോഗർ എന്തായാലും കാണിച്ചോ ഭാവിയിൽ വലിയ വ്ളോഗർ நான் அங்கே வரேன் நான் தனியா தான் வந்திருக்கேன் ஏன் ப்ரோ லவ் சோலோ ட்ரிப் எனக்கு ரொம்ப பிடிக்கும் இப்போ வந்து லவ் ஃபெயிலியரா ப்ரோ லவ் ஃபெயிலியரா நமக்கு അതാണ് പവർ ഇമാതിരി പവറുള്ള ഒരു ടീം ഒരു ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഹിൽ കാച്ചറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് വാൽപ്പാറ. നമ്മളിപ്പോൾ ഉള്ളത് വാൽപ്പാറയിലാണ്. നമ്മൾ പോകുന്നത് നെല്ലമുടി വ്യൂ പോയിന്റ് എന്ന് പറയുന്ന ഒരു അടിപൊളി കിണ്ണം കാച്ചൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ. അത് കാണാനായിട്ടാണ് പോകുന്നത്. അതും ഈ ഒരു സ്വപ്ന താഴ്വരകളിലൂടെ നേരെ സ്വർഗത്തിലേക്ക്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും ആ ഒരു ഭംഗിയേറിയ പ്രകൃതിയും കാര്യങ്ങളും കൗതുകങ്ങളും നിറഞ്ഞിട്ടുള്ള ആ ഒരു യാത്രയാണ്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കൂടുതലായിട്ടൊന്നും വൈകിപ്പിക്കുന്നില്ല. നേരെ യാത്ര മുന്നോട്ട്. ഒന്നും നോക്കണ്ട, ബെസ്റ്റ് അല്ലെങ്കിൽ അടുത്ത ബസ് കിട്ടിയ മിനിച്ചേക്കാം. അങ്ങനെ നമുക്ക് ബസ്സെല്ലാം കിട്ടി. ബസ്സിൽ സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഉഷാറാണ്. ഡ്രൈവറാണ്, പവറാണ്. നേരെ മുന്നോട്ട് പോകുമ്പോൾ ഇടത്തെ ഭാഗത്തായിട്ട് ഒരു പച്ച പരവതാനി വിരിച്ചൊരു താഴ്വരയിൽ വെള്ള കളർ പാലം, ബാക്ക്ഗ്രൗണ്ടിന് ഭംഗി പകരാനായിട്ട് കുറേ മേയുന്ന കന്നുകാലികളും. ആഹാ. തുടർന്ന് നമ്മൾ നേരെ മുന്നോട്ട് പോകുമ്പോൾ നേരെ മുന്നിൽ കാണുന്ന ഒരു വലിയ ബിൽഡിങ്ങാണ് ഷോളയാർ ടീ ഫാക്ടറി വരുന്നത്. അവിടെ നിന്ന് നേരെ ഇടത്തോട്ട് കയറിയിട്ട് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇടത്തെ ഭാഗത്തായിട്ട് കുറേ അലങ്കാര ചെടികളും പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ കഴിയും. ഭയങ്കര ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. കൂട്ടത്തിൽ കുറേ ബാക്ക്ഗ്രൗണ്ടിൽ വീടുകളും കാര്യങ്ങളും റൂംസും ബിൽഡിങ്സൊക്കെ ആയിട്ട് കാണാൻ കഴിയും നമുക്ക്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന റൂഫ് സ്റ്റീലിൻ്റെയും തകരത്തിൻ്റെയും ആസ്പെറ്റോസിൻ്റെയൊക്കെ ഷീറ്റുകളാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുത്ത തണുപ്പിന് ഒരു ചെറിയൊരു ആശ്വാസം. ഇതാണ് ഉഡീസ് ടൗൺ. കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് നല്ല മൂക്കര അപ്പൂപ്പനോട് കേട്ടാ. അന്നേ അവര് താ എനക്ക് ഗൈഡ്. നല്ല മൂത്തവർ താനേ, തലൈവർ താനേ, അവര് താ എനക്ക് ഗൈഡ്. ഇവിടെ എല്ലാരും വേറെ ലെവലാണ്ടോ. ഫുൾ സപ്പോർട്ടീവ് മൈൻഡാണ്. ഈ ഞാനിരിക്കുന്ന സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അപ്പൂപ്പന ഇരുന്ന സീറ്റാണ്. അവസാനം എൻ്റെ അടുത്ത് പറഞ്ഞു, വീഡിയോ ഷൂട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നീ ഇവിടെ ഇരുന്നോ, നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തായിരുന്നു പറഞ്ഞു. അപ്പോൾ നല്ലൊരു സപ്പോർട്ടീവ് മൈൻഡായിട്ടുള്ള ആളുകളാണ് കേട്ടോ. എല്ലാം വിളവെടുത്ത് അല്ലേ, വിളവെടുത്ത സഹായത്തോടാണ് കാണുന്നത് കേട്ടോ. തലൊക്കെ വെട്ടിയിട്ട്. അതോ ഇനി അന്ത ടീ വളരുമാ, അന്ത ട്രീ വളരുമാ, ഇനി വളരും. அந்த ட்ரீ ஹெட் கட் பண்ணியது വളരുമാ. അവര് പറയുന്നത് അതില് വിളവൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അതിന്റെ തലയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇനിയും അത് വളരുന്നാണ് പറയുന്നത്. ഇതിനെ കുറിച്ച് പുതിയൊരു അറിവാണ് കേട്ടോ. തുടർന്ന് മുന്നോട്ട് പോയപ്പോൾ കണ്ടൊരു കാഴ്ചകൾ എന്നൊക്കെ പറയുമ്പോൾ എന്നെ ഒരു 10 വർഷത്തോളം പുറകോട്ട് ചിന്തിപ്പിച്ച കുറേ കാര്യങ്ങളാണ് കേട്ടോ. അതായത് എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലത്തെ ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ അതേ ഒരു അനുഭൂതിയിലൂടെ കടന്നു പോകുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇന്ന് കാണുന്ന ആധുനിക ലോകത്തിൻ്റെ യാതൊരു വിധത്തിലുള്ള സുഖ സൗകര്യങ്ങളും അനുഭവിക്കാത്തവരും അറിയാത്തവരും ഇൻ്റർനെറ്റിൻ്റെ ലഭ്യത കുറവായതുകൊണ്ട് തന്നെ ഇവിടെ സ്മാർട്ട് ഫോണിനും ഇൻ്റർനെറ്റിനും അടിമപ്പെടാത്ത ഒരുപാട് കുട്ടികളും ഇതുപോലുള്ള നിരവധി ട്രൈബൽസ് ഇവിടെ വാൽപ്പാറയിൽ ജീവിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണോ, ഈ വഴിയാണ് തോന്നുന്നു ഉള്ളിലേക്ക് കയറി പോകേണ്ടത്. എന്തായാലും ഇവിടെ എത്തിയപ്പോൾ ക്ലൈമറ്റ് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. നല്ല മഴയൊക്കെ ചാറുന്നുണ്ട്. ആ ഒരു സൺലൈറ്റൊക്കെ മങ്ങി തുടങ്ങിയിട്ടുണ്ട്. കോടയാണ് ഇപ്പോൾ ചുറ്റിലും കാണുന്നത്. ദൂരത്തേക്ക് കാണുന്നത് വെറും കോടയാണ്. എന്തായാലും നമുക്ക് ടിക്കറ്റ് വാങ്ങിയിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ
വ്യൂ പോയിന്റിലേക്ക് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ടിക്കറ്റൊക്കെ വാങ്ങിയിട്ട് ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ ഒട്ടുക്കത്തെ മഴയായിരുന്നു കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. അതുകൊണ്ട് തന്നെ ദൂരെയുള്ള ആ ഒരു കാഴ്ചകളൊന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. ചെറിയ രീതിക്ക് കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും മഴയൊക്കെ ഒന്ന് തോർന്നിട്ടുണ്ട്. ഞാൻ കോട്ട് വാങ്ങിയിട്ടപ്പോൾ മഴയൊക്കെ തോർന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് വ്യൂ പോയിന്റിലേക്കുള്ള വഴിയിലൂടെ, ഇതാണ് വഴി, ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം. പുറകിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല സീസണായിട്ടുള്ളൊരു ടൈമാണ്. അത്യാവശ്യം ആളുകളുണ്ട്. അവിടെ ചിലപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അറിയില്ല എന്താ അവസ്ഥ, നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. നല്ല കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിൽ, അതായത് ആ ഒരു താഴ്വരകൾ കറക്റ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വഴികളിലൂടെ പോകേണ്ടി വരും. മഴയൊക്കെ പെയ്തിട്ട് നല്ല ഒഴുക്കലും കാര്യങ്ങളും ഉണ്ടോ, ഫുള്ള് ചളിയാണ്. പക്ഷേ നമ്മൾ പോയിരിക്കും. സാധാരണ എല്ലാവരും മേലെയാണ് കയറാറെന്ന് തോന്നുന്നു. ഇതിലങ്ങനെ നടന്നിട്ടുള്ള ഒരു പാതയൊന്നും കാണാനില്ല. പക്ഷേ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ ആ കാണുന്ന ഒരു താഴ്വര വ്യക്തമായിട്ട് കാണിക്കാം എന്തായാലും. അപ്പോൾ ഗായ്സ്, ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ആ ഒരു താഴ്വരയുടെ ഭംഗി എന്താണെന്ന് നേരിൽ കണ്ടിങ്ങനെ ആസ്വദിക്കാമെന്ന് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് തോന്നുന്നത്. കാരണം ഫുള്ള് ചളിയും കാര്യങ്ങളൊക്കെ. ഇതൊരിക്കലും നടക്കുന്ന പാതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പുല്ലും ചെടികളൊക്കെ വഴിയിലുണ്ട്, നല്ല ചളിയുണ്ട് മഴ പെയ്തിട്ട്. അപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു താഴ്വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗിയൊന്ന് നോക്കിയാൽ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. മാസ് ക്ലൈമറ്റ്, എന്താ ആ കോടയൊക്കെ പോകുന്ന പോക്ക് കണ്ട. അപ്പോൾ കുറച്ച് ദൂരം നടന്നു വന്നതിന് ശേഷം അവിടെ 2 തല കാണുന്നുണ്ട്. അതാണ് വ്യൂ പോയിൻ്റ് എന്ന് തോന്നുന്നുണ്ട്. ഇനി അങ്ങോട്ട് കുറച്ചുകൂടെ നടക്കാനുണ്ട്. വെള്ളവും കാര്യങ്ങളൊന്നും കയ്യിൽ പിടിച്ചിട്ടില്ല. വെള്ളവും കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ഒന്നുമില്ല. അങ്ങനെ കുറച്ചധികം തന്നെ കഷ്ടപ്പെട്ടിട്ട് വ്യൂ പോയിന്റിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ വന്ന വഴിയൊന്ന് നോക്കിയാൽ ഇത്ര ക്ലിയറാണ്. ഒരു കോടയോ കാര്യങ്ങളോ മഴയോ ഒന്നുമില്ല. പക്ഷേ ഈ പ്രകൃതി എത്ര അത്ഭുതമാണെന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഈ വന്ന വഴിയിലൊരു കോടയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് പ്രവേശിക്കുമ്പോൾ കോട വരുന്നത് കണ്ട. അതായത് ഇവിടുന്ന് ഒരു 20 മീറ്റർ ദൂരെ നല്ല കോടയും കാര്യങ്ങളാണ് കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. അതെന്താ ഇങ്ങോട്ടില്ലാതെന്ന് എനിക്കറിയില്ല. അങ്ങോട്ട് നോക്കുമ്പോൾ ഒന്നും കാണാൻ പോലുമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന വഴി. ഈ ഒരു വഴിയാണ് നമ്മൾ വന്നത്. ഈ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ ഫുള്ള് കോട കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കോടയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, കണ്ടില്ലേ? ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ജസ്റ്റ് ഒരു 20 മീറ്റർ അപ്പുറത്ത് ഫുള്ള് കോടയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല കോടയാണ് കേട്ടോ. നല്ല കോട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു കുറച്ച് ഡിസ്റ്റൻസിൽ നമുക്ക് കാണുന്നുള്ളൂ. അതാണ് വ്യൂ പോയിന്റ് വരുന്നത്. വാലീസും കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെയാണ്. അവിടെ ആളുകൾ നിൽക്കുന്നുണ്ടോ. അതിനപ്പുറത്തേക്ക് വലിയൊരു കൊക്കയാണ്, പക്ഷെ നമുക്ക് കാണുന്നില്ല. നല്ല കോടയാണുള്ളത്. ചിന്ന വ്ളോഗർ, കേരള, ഫ്രം കേരള. പെട്ടു. ചിന്ന വ്ളോഗർ എന്തായാലും കാണിച്ചോ. ഭാവിയിൽ വലിയ വ്ളോഗർ നാങ്കേ വരെ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല കോടയാണ് കേട്ടോ. നല്ല കോട പരന്നിട്ടുണ്ട്, ഒന്നും കാണുന്നില്ല. ഇതാണ് പക്ക വ്യൂ പോയിന്റ്. നമുക്ക് നല്ലൊരു ഗ്യാങ്ങിനെ കിട്ടിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ മഞ്ഞുമൽ ബോയ്സിനെ കിട്ടിയിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സ് പടം ബാക്കിയാ எப்படி இருக்கு? நல்லா இருக்கா? இதுல யாரு? இவனா சுபாஷ், தமிழ்நாடு சுபாஷ். உங்க பேர் என்ன? உங்க பேர் என்ன? ஜெயன்மாலிக். MS நவாஸ். இனிஷியலுக்கு குட்டி பண்ணல இந்த பஞ்சில. அப்ப எப்படி இருக்கு? இங்க வியூ பாயிண்ட் எப்படி இருக்கு? ஒண்ணுமே பார்க்க முடியாது. ஒண்ணுமே பார்க்க முடியாது. என்ன மாதிரியா எல்லாரும் പുള്ളി ചില്ലാണ്. വേറെ ലെവലാണ് കേട്ടോ. ഈ ഒരു ക്ലൈമറ്റിൽ இந்த மாதிரி ഫ്രണ്ട്സ് എല്ലാം എന്താ പറയാ, ഇങ്ങനെയുള്ള കൂട്ടുകാരൊക്കെ സൗഹൃദങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ നിമിഷവും ജീവിതത്തിൽ അടിച്ച് പൊള്ളിക്കുന്നത് നമ്മൾ പോലും അറിയില്ല. സമയങ്ങൾ കടന്നു പോകുന്നത് നമ്മൾ പോലും അറിയില്ല. അതാണ് പൊള്ളി അല്ലേ? യോ കൊടുക്കടാ, ഒരു യോ കൊടുക്ക്, കൊട്ടിക്കൊരു യോ കൊടുക്ക്. എല്ലാരും ചേർന്ന് ഇതുപോലെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത്, സോളോ അടിക്കുന്ന സമയത്ത്
ഒരുപാട് ആളുകൾ നല്ല നല്ല സൗഹൃദങ്ങൾ നമ്മളെ വഴിയിൽ കാത്തിരിക്കുന്നുണ്ടാവും. അതിൽ നെല്ലേത് പതിരേതെന്ന് തിരിച്ചറിയേണ്ടത് നമ്മളെ കടമയാണെന്നുള്ള സന്ദേശം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ മറക്കണ്ട, ഭയങ്കര കുറവാണ്, സപ്പോർട്ട് ഭയങ്കര കുറവാണ്, ഒരു രക്ഷയില്ല, ഭയങ്കര ഡൗൺ ആയിട്ടാണ് പോകുന്നത്. ഒന്ന് ദയവ് ചെയ്ത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം കൂടെ കണ്ട് അടിച്ച് പൊളിച്ചോളാം. കാണട്ടെ, ആ പവർ അങ്ങോട്ട് കാണട്ടെ. അപ്പോൾ പിന്നെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.